നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റുകാൽ പൊങ്കാലയെ രാഷ്ട്രീയ ആയുധമാക്കാനൊരുങ്ങി CPM. തിരുവനന്തപുരത്തെ BJPക്കുണ്ടായ വളർച്ചയെ തടയുകയാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത്. ഇല്ലാ കഥകൾ മെനഞ്ഞ് തിരുവനന്തപുരത്ത് BJPയുടെ പ്രതിരോധത്തിലാക്കുകയാണ് ലക്ഷ്യം. ഏറ്റവും കൂടുതൽ സ്ത്രീ പങ്കാളിത്തമായിരുന്നു ഇത്തവണത്തെ ആറ്റുകാൽ പൊങ്കാലയിൽ ഉണ്ടായിരുന്നത്. ഇതിനായി വളരെ മികച്ച രീതിയിൽ സൗകര്യങ്ങൾ ഒരുക്കാൻ നഗരസഭയ്ക്കും കഴിഞ്ഞു. ആർക്കും പരാതി ഇല്ലാത്ത തരത്തിലായിരുന്നു ഒരുക്കങ്ങൾ. എന്നാൽ പൊങ്കാല ഉത്സവ ദിവസങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാക്കി പ്രതിസന്ധി സൃഷ്ടിക്കാൻ വാട്ടർ അതോറിറ്റി ശ്രമിച്ചിരുന്നു. കൂടുതൽ ടാങ്കർ ലോറികളിൽ കുടിവെള്ളം എത്തിച്ച് തിരുവനന്തപുരം നഗരസഭ ഇതിന് പരിഹാരം കണ്ടു. പൊങ്കാലയ്ക്ക് ശേഷം കൃത്യമായി ശുചീകരണം നടത്തിയില്ലെന്നായിരുന്നു സൈബർ സഖാക്കളുടെ അടുത്ത ആരോപണം. സമൂഹ മാധ്യമങ്ങൾ വഴി ഇത് വ്യാപകമായി പ്രചരിപ്പിച്ചു. എന്നാൽ തിരുവനന്തപുരത്ത് സഞ്ചരിച്ചിരുന്നവർക്ക് ഇത് പച്ചക്കള്ളമാണെന്ന് വ്യക്തമായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത് BJPയാണ്. BJPയുടെ വളർച്ച തടയുകയാണ് ഇത്തരം ഗൂഢാലോചനകൾക്ക് പിന്നിലെന്നാണ് ആക്ഷേപം. CPM ഉദ്ദേശിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന BJPയുടെ ഭരണസമിതിയാണ് ഇതിനെല്ലാം ഉത്തരവാദിത്വം. അവരെല്ലാം ചെയ്തിട്ടില്ല, ജനങ്ങളെ ദ്രോഹിക്കുന്നത് BJPയാണ് എന്ന് വരുത്തി തീർക്കാനും മാസങ്ങൾ 30 ദിവസത്തിനകത്ത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ഗിമിക്സ് കാണിക്കുവാനുള്ള തന്ത്രമാണ് CPM നടത്തുന്നത്. CPM നേതാക്കളും അണികളുമാണ് വ്യാപകമായി കള്ളപ്രചാരണം തുടരുന്നത്. കുടിവെള്ള വിതരണത്തിൽ അടക്കം പ്രതിസന്ധി സൃഷ്ടിക്കാൻ ശ്രമിച്ചെങ്കിലും വിശ്വാസികളും കോർപ്പറേഷനും അതിനെ നേരിടുകയായിരുന്നു. നഷ്ടപ്പെട്ട ജനപിന്തുണ കള്ളപ്രചാരണത്തിലൂടെ തിരിച്ചുപിടിക്കാനുള്ള നീക്കമാണ് CPM നടത്തുന്നത്. ശിവദാസ് കന്മനം, ജനം, തിരുവനന്തപുരം.